എംബാലെ ഹൈസ്കൂളിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ഷാഫിക്കി വാസിക്കയാണ് സെപ്റ്റംബർ 1 സ്കൂളിലെത്തുന്നതിന് തൊട്ടുമുൻപ് തന്റെ സഹോദരൻ അക്രം കെയ്റോക്കിയുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടത്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ വിദ്യാർത്ഥിയെ സഹോദരൻ കൊലപ്പെടുത്താനുണ്ടായ കാരണം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു എന്നതാണ്. എംബാലെ സിറ്റിയിലെ എൻകോമ വാർഡിലെ ബുജുലോട്ടോ ഗ്രാമത്തിൽ നിന്നുള്ള വാസിക്ക് ഓഗസ്റ്റ് 31 നടന്ന ഒരു സുവിശേഷ പ്രഘോഷണ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ക്രിസ്തുവിശ്വാസത്തിലേക്ക് മാറുവാൻ തീരുമാനിച്ചതെന്ന് ബൈബിൾ ഇവാഞ്ചലിസം മിനിസ്ട്രീസിലെ പാസ്റ്റർ ഡേവിഡ് വാംബോംബ പറഞ്ഞു. സുവിശേഷ പ്രഘോഷണ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മണിക്കൂറുകളോളം താനും വാസിക്കയും ക്രിസ്തുവിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചതായും തങ്ങൾ പിരിയുന്നതിന് മുൻപ് വാസിക്കെ വളരെ സന്തോഷവാനായിരുന്നുവെന്നും എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം വാസിക്കെ തന്നെ ഫോണിൽ വിളിച്ച് വീട്ടുകാർ തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും താൻ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരുന്നത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. ആ വൈകുന്നേരം വാസിക്കെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സഹോദരൻ ദേഷ്യത്തോടെ അദ്ദേഹത്തോട് അവരുടെ വീട്ടിൽ 2 മതങ്ങളുടെയും ആചാരം അംഗീകരിക്കാനാകില്ല എന്നും ക്രിസ്തുമതത്തെ ഉടൻ തന്നെ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞതായി പാസ്റ്റർ വാംബോംബ മോർണിംഗ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ വാസിക്കെ തയ്യാറായിരുന്നില്ല. സെപ്റ്റംബർ 1 വാസിക്കയും സഹോദരൻ കെയ്റോക്കിയും സ്കൂളിലേക്ക് പോകും വഴി കെയ്റോക്കി തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി പുറത്തെടുത്ത് വാസിക്കയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അപകടകരമായി പരിക്കേറ്റ വാസിക്കയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി ഉഗാണ്ടൻ പോലീസ് തിരച്ചിലിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.